ഇത് 2ULൻ്റെ സ്റ്റെൻസിൽ റീബോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റൽ സ്റ്റാൻഡ് കേട്ടോ. കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. കുറച്ചായി ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 8 മാസത്തിൻ്റെ അടുത്തായി. ഇതിൻ്റെ 2 സൈഡ് യൂസ് ചെയ്യാൻ പറ്റും. 1mm ഉണ്ട് 2mm ഉണ്ട്. അതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഈ സ്റ്റെൻസിൽ വെക്കുന്നത്. ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ച് കാണിക്കുന്ന വീതി ഉണ്ടല്ലോ, അത് 2mm നമുക്ക് ഈ ബോർഡുകളുണ്ടല്ലോ ഐഫോണിൻ്റെ എക്സിൻ്റെ അങ്ങനത്തെയൊക്കെ ലെയർ ബോർഡ് ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ ഐഫോണിൻ്റെ വലിയ വിഷയമുള്ള കാര്യമില്ല, അത് സെറ്റായിട്ട് തന്നെ കിട്ടുന്നത്. ബാക്കി അതല്ലാതെ ഈ സാംസങ്ങിൻ്റെ OnePlusൻ്റെ അങ്ങനത്തെ ബോർഡ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന സ്റ്റെൻസിൽസ് ഒന്നും മോൾഡൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ ബെറ്ററാണ്. പിന്നെ ഏകദേശം ഇതിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റെൻസിലിൻ്റെ ആ ഒരു വലുപ്പത്തിലാണ് വരുന്നത്. അത് ഇതിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് തന്നെ. ഇതിപ്പോൾ ഒരു സ്പെയർ ആയിട്ടുള്ള എക്സിൻ്റെ ബോർഡാണ്. ഇപ്പോൾ സ്റ്റെൻസിലിപ്പോൾ ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കുന്നത്. സ്റ്റെൻസിൽ മാത്രമായിട്ട്, മറ്റേത് മോൾഡ് എല്ലാം കൂടി ഒന്നായിട്ട് വാങ്ങുമ്പോൾ 2-3 റുപ്യേൻ്റെ അടുത്ത് വരുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് സ്റ്റെൻസിൽ മാത്രം വാങ്ങിയാൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ സ്റ്റെൻസിൽ വാങ്ങുന്ന സമയത്ത് ഈ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എല്ലാം ഇതിൽ വെച്ചിട്ട് ചെയ്യുക സുഖമായിട്ട്. പിന്നെ പുതിയ സ്റ്റെൻസിൽ വന്നിരിക്കണേ നമ്മളെ ഈ ഐഫോണിൻ്റെ ഒക്കെ ഡിസ്പ്ലേൻ്റെ IC ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് LCD 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റെൻസിൽ പുതിയ ഇറങ്ങിയിരിക്കണം. പിന്നെ അതേമാതിരി തന്നെ ഒരു ഡിസ്പ്ലേക്ക് ചെയ്യുന്ന വേറെ സ്റ്റെൻസിലുണ്ട്. രണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കയ്യിൽ വെച്ചിട്ടുണ്ട്. LCD 2 സ്റ്റെൻസിൽ ഒരുപാട് പോയിട്ടുള്ളതാണ്. അതിൻ്റെ കുറച്ചും കൂടി അപ്ഡേറ്റ് മോഡലാണ് LCD 3 എന്ന് പറഞ്ഞിട്ട് വന്നത്. അതൊക്കെ സാധാരണ ആൻഡ്രോയിഡ് ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവരില്ല, ഐഫോണിന് ചെയ്യുന്ന ആൾക്കാരാണ് അതൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരിക. അതിൻ്റെ മാഗ്നറ്റിൻ്റെ പവർ ഉണ്ട്, അത്യാവശ്യം നല്ല പവറുണ്ട് മാഗ്നറ്റ്. ഇത് നമ്മൾ സാധാരണ യൂണിവേഴ്സൽ സ്റ്റെൻസിലാണ്, ബ്ലാക്ക് കളർ വരുന്ന മെഗാ ഐഡിയൻ്റെ. ഇത് അതിൻ്റെ മുകളിൽ കറക്റ്റ് വെച്ചാൽ എനിക്ക് ഏകദേശം ഇത് ഇത്ര വലുപ്പമുണ്ടെന്ന് അറിയാമല്ലോ. ഫോട്ടോയിൽ ഇതിൻ്റെ സൈസ് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇത് ഏകദേശം ഒരു സ്റ്റെൻസിൽ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കില്ല, പക്ഷെ അത് ഫുള്ളായിട്ട് കവറായി നിൽക്കും ആ സ്റ്റെൻസിലിൻ്റെ വലുപ്പത്തിൽ. അപ്പോൾ ഇത് പിന്നെ സ്പെയർ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ബോർഡാണ്. ജസ്റ്റ് അത് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തോണം. പിന്നെ 2 ദിവസം മുന്നേ റിലൈഫിൻ്റെ CPUൻ്റെ eMMCൻ്റെ ഒക്കെ സ്റ്റെൻസിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ആ സ്റ്റെൻസിൽ വാങ്ങിയ ആൾക്കാരൊക്കെ സ്റ്റാൻഡ് ഉണ്ടോ ചോദിച്ചിരുന്നു. അതിനെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഈ സ്റ്റാൻഡ്. ആ സ്റ്റെൻസിൽ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കും. എൻ്റെ കയ്യിലുള്ളപ്പോൾ eMMC. ഇത് ശരിക്കും നല്ല യൂസ്ഫുള്ളാണ്. കണ്ടില്ല ആ 35 സ്റ്റെൻസിലാണ് വരുന്നത് CPUൻ്റെ എല്ലാം കൂടി. അതതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടില്ലേ, ആ വെയിറ്റിൽ വരെ ആ കാന്തത്തിൻ്റെ പവർ അത്രയൊക്കെ ഉണ്ട്.
ഈ സ്റ്റെൻസിൽ വീഡിയോ ചെയ്തതാണ്. ഏകദേശം 35 പീസ് ഉണ്ട്. EMMCയും CPU എല്ലാം കൂടി ആയിട്ട് വരുന്നു. ആ സ്റ്റെൻസിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. എങ്ങനെ വെച്ചാലും അപ്പോൾ ആ സ്റ്റെൻസിൽ വാങ്ങിയ ആൾക്കാർക്കൊക്കെ ഈ സ്റ്റാൻഡ് കുറച്ചുകൂടി യൂസ്ഫുള്ളായിരിക്കും. ഈ സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മൾ മേജിങ്ങിൻ്റെ സ്റ്റാൻഡ്, റിലൈഫിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. നമ്മളെ എന്താ പറയുക, ഐഫോണിൻ്റെ മോൾട്ടിന് വേണ്ടി വരുന്നത്. അതും ഇതേമാതിരി തന്നെ മാഗ്നറ്റായിട്ട് വരുന്നത്, അതും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ CPU ചെറിയ സ്റ്റാൻഡ് ഉണ്ട്. അത് ഈ ചെറിയ സ്റ്റെൻസിലിന് പറ്റുമോ എന്നുള്ളത് അത് നോക്കേണ്ടി വരും. ഇത് പുതിയ വന്ന സ്റ്റെൻസിൽ കേട്ടോ, ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഐസികൾ ചെയ്യുന്ന. പിന്നെ ഇതാണ് പുതിയ വന്ന LCD 3 എന്ന് പറഞ്ഞ സ്റ്റെൻസിൽ. ഇതും അധികം ഡിസ്പ്ലേ ഐസി അങ്ങനെയുള്ള ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സ്റ്റെൻസിൽ വെക്കുമ്പോഴൊക്കെ മാഗ്നറ്റ് അതിൻ്റെ മുകളിൽ പിടിക്കുന്നുണ്ടല്ലോ, അത്രയും പവർ ഉണ്ട് അതിനെ കൊണ്ട്. ഇത് പിന്നെ ലാസ്റ്റിലേക്ക് അവരെ ഓതറൈസ്ഡ് വീഡിയോ ആണ് കമ്പനീൻ്റെ. അതിൽ ആ സൈസ് വരുന്നുണ്ടല്ലേ, 2mm 1mm ആയിട്ട്. ഈ 2 ബ്ലേഡും അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, PPD അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്.